കൃഷ്ണകൃപാസാഗരം. നിറഞ്ഞു കവിയുന്ന മഹാത്ഭുതമാണ് ഭഗവത് കഥാമൃതം. ദേവീ പാദസ്പർശത്താൽ കംസനിൽ പശ്ചാത്താപ പാപബോധങ്ങൾ നിറയുന്ന നിമിഷത്തിൽ ഭാഗവത കഥയിൽ ഒരു അല്പവിരാമമുണ്ട്. പക്ഷേ അടുത്ത പുലരിയിൽ അധർമ്മമാനസരായ അസുരമൂർത്തികൾ കംസഹൃദയത്തിലെ സ്വതസിദ്ധമായ ആസുരത്വം ഊതിത്തിളക്കി. കാരാഗ്രഹത്തിലെത്തി ദേവകീ വസുദേവന്മാർക്ക് മുന്നിൽ മാപ്പിരുന്ന കംസൻ, ശ്യാലനെയും സോദരിയെയും ബന്ധനവിമുക്തനാക്കിയ കംസൻ കിങ്കരന്മാരുടെ കുബുദ്ധികളാൽ ഹിംസാക്രാന്തനായി വീണ്ടും മാറി. രാജമന്ദിരത്തിൽ അതോർത്ത് വ്യാകുലപ്പെടാൻ ക്രൂരമാനസനല്ലാത്തൊരക്രൂരന് ധർമ്മകർമ്മ വൈരുദ്ധ്യങ്ങളിൽ പെട്ടുഴലുന്നൊരു രാജഗുരുവും മാത്രം. മാറിയ കംസന്റെ ഗർഭം ശതഗുണീഭവിച്ച് ഭഗവതവതാര ലക്ഷ്യം സാധ്യമാക്കാൻ നാരദനും അവിടെ എത്തി ശിശുവധത്തിന് അനുയോജ്യ അസുരവീരന്മാരാണെന്ന് ഉപദേശിക്കുമ്പോൾ നാരദ ഹൃദയത്തിൽ വരാനിരിക്കുന്ന അസുരവധ പരമ്പരകളുടെ സരസചിത്രങ്ങൾ പലതും വിളങ്ങി നിന്നിരുന്നു. ഗംഭീരമെന്ന് മാലോകർ വാഴ്ത്തിയവയെ എങ്ങനെ വധിക്കാമെന്നതിന് അസുരമാനസം തുടക്കം കുറിക്കുന്നിടത്ത് കൃഷ്ണകൃപാസാഗരത്തിൻ്റെ അടുത്ത സർഗം സമാരംഭിക്കാൻ കാലം വഴിമാറുന്നു. നന്നു മഹാരാജൻ. ആദ്യം പൂതനാവധം. പൂതനയാൽ നടത്തപ്പെടുന്ന വധം. മഹർഷി, വധത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോൾ ഒരു ചങ്ങലക്കിലുക്കം നാം ശ്രവിച്ചു. നിമിത്തശാസ്ത്രം പിഴയ്ക്കുമോ? രാജൻ, ശാസ്ത്രം പിഴയ്ക്കില്ല. പക്ഷേ കർമ്മം ഉപേക്ഷിക്കാനാവുമോ? ആരവിടെ? അടിയൻ. പൂതനെ എത്രയും വേഗം ഇവിടെ എത്തിക്കും. കൽപ്പന പോലെ. അപ്പോ ആദ്യം പൂതനാവധം, പിന്നെ വധങ്ങളുടെ ഘോഷയാത്ര. നാരായണ നാരായണ. ഈശ്വരോ രക്ഷതു. ദേവകി, പെട്ടെന്നൊരു യാത്ര. നന്ദഗോപരെ ഒന്ന് കാണണം. അമ്പാടിയിലേക്കോ? അല്ല, നന്ദഗോപർ കപ്പം കൊടുക്കാനായി രാജകൊട്ടാരത്തിൽ എത്തുന്നുണ്ടെന്നറിഞ്ഞു. ഇവിടേക്ക് ക്ഷണിക്കാമെന്നാദ്യം കരുതിയതാണ്. പക്ഷേ അത് അപകടമായേക്കുമോ എന്ന ഭീതി മനസ്സിൽ നിറഞ്ഞു. ഇപ്പോൾ ഭഗവാൻ തന്നെ ഒരു മാർഗം തുറന്നു തന്നിരിക്കുന്നു. ഭടന്മാരിൽ വിശ്വസ്തരായവർ ചിലർ രഹസ്യമായി നന്ദഗോപരെ കാണാൻ സൗകര്യമൊരുക്കിത്തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതാണ് നാം വേഗം പുറപ്പെടുന്നത്. ഈ ഉള്ളവൾ കൂടെ വരുന്നത് അനുചിതമാകുമോ? വേണ്ട. പക്ഷേ എല്ലാം ചോദിച്ചറിയണം. കണ്ണനെക്കുറിച്ചെല്ലാം അറിയാൻ ശ്രമിക്കാം. അമ്പാടിയിലേവരും കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്നുണ്ടെന്ന വൃത്താന്തം മാത്രമേ കേൾക്കാനായുള്ളൂ ഇതുവരെ. ആ രൂപം എങ്ങനെയായിരിക്കും ഇപ്പോഴെന്നറിഞ്ഞു വരണം. വാശി പിടിച്ച് കരയാറുണ്ടോ എന്ന് ചോദിക്കണം. ഒപ്പം അരികത്ത് കിടത്തിയാണോ അതോ തൊട്ടിലിൽ കിടത്തിയാണോ യശോദാദേവി ഉറക്കുന്നതെന്ന് ചോദിക്കണം. അമ്മിഞ്ഞപ്പാൽ മണമുള്ള ആ ചെഞ്ചൊണ്ടി വായയിൽ പല്ലു മുളയ്ക്കാറായോ എന്ന് ചോദിക്കണം. ദേവി, നന്ദഗോപർ ബന്ധുവെന്നതിലുപരി നമുക്ക് പ്രിയമിത്രം. എത്രയോ കാലം പ്രാർത്ഥനകളും പൂജാദികളും നടത്തിയിട്ടാണ് ആ മഹാനുഭാവനിപ്പോൾ സന്താന സൗഭാഗ്യത്താൽ അനുഗ്രഹീതനായതെന്നറിയില്ലേ? അവർ ചെമ്മാനം കാട്ടാതെ പൊൻവേൽ തട്ടാതെ പോറ്റുന്നുണ്ടാവും ആ പൊന്നുണ്ണി കണ്ണനെ. അവൻ നമ്മുടെ ഉണ്ണിയാണെന്ന് നമുക്കിരുവർക്കും മാത്രമല്ലേ അറിയൂ. ഒക്കെ അറിയാനുള്ള മാതൃചിത്തത്തിൻ്റെ വ്യഗ്രത നാം ഉൾക്കൊള്ളുന്നു. പക്ഷേ ചികഞ്ഞോരോന്ന് ചോദിക്കവേ നന്ദഗോപുരിൽ സംശയത്തിൻ്റെ വല്ല നീളാട്ടം ഉണ്ടായാലോ? ദേവി, നാവിൽ സരസ്വതി തെളിഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിച്ചോളൂ.
ഉപായത്തിലൊക്കെ അറിയാൻ നാം ശ്രമിക്കാം. നാം പുറപ്പെടുകയെ മനനിറയെ കണ്ണന്റെ കഥകളുമായി മടങ്ങാം. പൂതനെ അയക്കുന്നത് നാം ആണെന്ന് ആരും അറിയാൻ പാടില്ല. രാജഗുരു, അതിനെന്താണ് മാർഗം? മഹാരാജൻ, തിരുവുള്ളക്കേട് തോന്നരുത്. വധതന്ത്രങ്ങൾ നമുക്ക് അജ്ഞാതം. നമുക്കറിയാവുന്നത് വേണ്ട പ്രത്യോത. യഥാർത്ഥ രൂപത്തിൽ പോകാതിരിക്കുക, അതാണ് ആദ്യം വേണ്ടത്. പിന്നെ പൂതന ലളിതാവേഷം ധരിച്ച് ചെല്ലട്ടെ പ്രഭു. സ്തനങ്ങളിൽ കാഗോള വിഷം പുരട്ടിയിരിക്കണം. എങ്കിൽ കേവലം ഒരു സ്തന്യപാനം കൊണ്ട് തന്നെ അവന്റെ കഥ കഴിയും. ദുശകുനം. അവൾ ആദ്യം ഊന്നിയത് വലതുപാദം. കംസമഹാരാജൻ നീനാൾ വാഴട്ടെ. പൂതനെ, നിനക്കും പിഴവ് പറ്റിയോ? എന്താണ് മഹാരാജൻ? സഭാതലത്തിൽ നീ ആദ്യം ഊന്നിയത് വലതുപാദം. അസുര രാക്ഷസ ഗോത്രങ്ങൾ ശുഭകാര്യത്തിനിറങ്ങുമ്പോൾ വലതുപാദം ഊന്നുന്നത് ദുർനിമിത്തമല്ലേ? ക്ഷമിക്കണം പ്രഭു, അറിയാതൊരബദ്ധം. പക്ഷേ ഈ ഉള്ളവൾക്ക് ഉറപ്പുണ്ട്, ഇവളുടെ മനക്കരുത്ത് കൊണ്ട് നിമിത്തമേതിനെയും മറികടക്കാമെന്ന ഉറപ്പ്. ശരി, നാം നിന്നെ വിളിപ്പിച്ചത് ഒരു മഹാദൗത്യം ഏൽപ്പിക്കാനാണ്. കൽപ്പന ചെയ്താലും പ്രഭു. മധുരാപുരിയിലെ ഏതോ മന്ദിരത്തിൽ നമ്മെ വധിക്കാനായി ഒരു ബാലൻ പിറന്നിട്ടുണ്ട്. എവിടെയാണെന്നറിയില്ല. എവിടെ നവജാത ശിശുക്കളുണ്ടോ അവിടങ്ങളിലെല്ലാം നീ ചെല്ലണം. ഓരോ നവജാത ശിശുവിനെയും കൊല്ലണം. പൂതനെ, ഈ രൂപത്തിൽ അവിടേക്ക് പോകണ്ട. ലളിതാവേഷം ധരിച്ചു മതി യാത്ര. അങ്ങയുടെ ആജ്ഞ പോലെ. ഈ രൂപം മതിയോ മഹാരാജൻ? ധാരാളം. നന്നല്ലേ രാജഗുരു? കൊള്ളാം. അന്തകസന്നിധി പോകാൻ പറ്റിയ വേഷം. അടിയൻ വിടകൊള്ളട്ടെ മഹാരാജൻ. വധം അതിനാണ് അയക്കുന്നത്, അത് മറക്കണ്ട. പ്രഭു, കൽപ്പന നിർവഹിച്ചിട്ടേ ഈ ഉള്ളവൾ മടങ്ങി വരൂ. ഹേ മഹാവിഷ്ണു, നിന്റെ മനുഷ്യാവതാരത്തിന്റെ അന്ത്യത്തിനി നിമിഷങ്ങൾ മാത്രം. നിനക്ക് ഭാഗ്യമുണ്ട് ഒരിറക്ക് മുലപ്പാൽ കുടിച്ച് മരിക്കാൻ. അമ്പാടിയിലേവരും കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്നുണ്ടെന്ന വൃത്താന്തം മാത്രമേ കേൾക്കാനായുള്ളൂ ഇതുവരെ.
ആ രൂപം എങ്ങനെയായിരിക്കും ഇപ്പോഴെന്നറിഞ്ഞു വരണം. വാശി പിടിച്ച് കരയാറുണ്ടോ എന്ന് ചോദിക്കണം. ഒപ്പം അരികത്ത് കിടത്തിയാണോ അതോ തൊട്ടിലിൽ കിടത്തിയാണോ യശോദാദേവി ഉറക്കുന്നതെന്ന് ചോദിക്കണം. അമ്മിഞ്ഞപ്പാൽ മണമുള്ള ആ ചെഞ്ചൊണ്ടി വായയിൽ പല്ലു മുളയ്ക്കാറായോ എന്ന് ചോദിക്കണം. നന്ദഗോപർ, വാസുദേവർ, ആരും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, അതിന് വഴിയുണ്ടാവില്ല. ഒപ്പം വന്ന വലിയ വില്ലുവണ്ടികളെല്ലാം അമ്പാടിയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഭടന്മാരുടെ കണ്ണ് ആ വഴിക്ക് നീങ്ങൂ. പിന്നെ സന്ദർശനത്തിന് അങ്ങ് തിരഞ്ഞെടുത്ത സ്ഥലം, അതും നന്ന്. വേദജ്ഞാനികൾ താമസിച്ചിരുന്ന അഗ്രഹാരത്തിൻ്റെ തിരുശേഷിപ്പ്, പഴയ യജ്ഞശാല, ജ്ഞാനികളുടെ നാവുതിർക്കുന്ന സൂക്തങ്ങൾ ഇനിയും കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന കൽമണ്ഡപം. ആരും വരില്ല സഖേ ഇവിടെ. അല്ലെങ്കിലും നാം എന്തിനു ഭയക്കണം? ഇതുപോലെ കപ്പൻ നൽകാൻ വരുമ്പോൾ കാണുക പതിവുമല്ലേ? നീതിമാനായ അരച്ചൻ വാഴുന്ന മധുരയല്ല. പോരാത്തതിന് നമ്മുടെ അഷ്ടമസന്താനം പിറന്നതോടെ മധുരാദേശത്തെ കുഞ്ഞുങ്ങളെല്ലാം വധിക്കാൻ ഉത്തരവുമിട്ടിരിക്കുന്നു. മധ്യവയസ്സിൽ മാധുര്യമേറെ വിതറി അങ്ങേക്കൊരു ആത്മജനുണ്ടായിരിക്കുന്ന കാലം. പരസ്യമായി നാം അക്കാര്യങ്ങളെപ്പറ്റിയെല്ലാം സംസാരിക്കുന്നത്. അങ്ങ് പറഞ്ഞത് നേരാണ്. നമ്മുടെ പുത്രനെക്കുറിച്ച് അങ്ങ് ഇത്രയും ഉത്കണ്ഠാകുലനായിരിക്കുന്നുവെന്നറിഞ്ഞതിൽ നമുക്ക് തോന്നുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. നാം കരുതിയത് അങ്ങ് നമ്മോട് ആദ്യം ചോദിക്കുക രോഹിണി ദേവിയെക്കുറിച്ചായിരിക്കുമെന്നാണ്. ശ്രേഷ്ഠമിത്രമേ, കംസഭീതിയാൽ പരദേശങ്ങളിൽ അഭയം തേടേണ്ടി വന്ന കളത്രങ്ങൾ 6 പേരിലും ഏറ്റവും സന്തോഷത്തോടെ വാഴുന്നത് രോഹിണി ദേവിയാണെന്നറിയാം. കാരണം ദേവിക്ക് അഭയസ്ഥാനമായത് അമ്പാടിയാണ്, ആര്യ നന്ദഗോപരുടെ പവിത്ര ഗോകുലം. അമ്പാടി പവിത്രമായി തുടങ്ങുന്നത് രോഹിണി ദേവി അവിടെ പദമൂന്നി തുടങ്ങിയത് മുതലാണ്. പൈക്കിടാങ്ങളുടെ കുളമ്പടികൾക്കൊപ്പം ഒരു ഓമന പൈതലിൻ്റെ പദതളിർമുദ്രകൾ അമ്പാടിയിൽ പതിയാനുള്ള ഭാഗ്യവും കൊണ്ടുവന്ന ഐശ്വര്യദൂതികയായിരുന്നു രോഹിണി ദേവി. ഇത് കേൾക്കാനായത് നമ്മുടെ സുഹൃതം. പൈതങ്ങൾ 8 പേർക്ക് ജന്മം നൽകിയിട്ടും ഒരു കുഞ്ഞിക്കാരടി പോലും നിലത്ത് പതിയാത്ത വലിയ മന്ദിരമൊന്നിൻ്റെ ഗൃഹനാഥനാണ് സഖി ഈയുള്ളവൻ. അരുത്, സന്താനങ്ങളെ ചൊല്ലിയുടെ ദുഃഖം ഊതി കത്തിക്കരുതങ്ങ്. ആശ്വസിക്കാൻ അമ്പാടിയിലും വളരുന്നുണ്ടല്ലോ അങ്ങയുടെ ഒരു ഉണ്ണി, രോഹിണി പുത്രൻ. നന്ദഗോപർ, നാം പറഞ്ഞില്ലേ, നമ്മുടെ പത്നിയെക്കുറിച്ചും പുത്രനെക്കുറിച്ചും നമുക്ക് ആശങ്കകളില്ല. ഉള്ളത് അങ്ങയുടെ നവജാത ശിശുവിനെക്കുറിച്ച് മാത്രം. വേറൊന്നുമല്ല, നവജാത ശിശുവാൽ അങ്ങിപ്പോൾ അനുഗ്രഹീതൻ. കംസമഹാരാജാവാകട്ടെ ശിശുവധങ്ങളിൽ വ്യഗ്രതയാർന്നുമിരിക്കുന്നു. പോരാത്തതിന് ദുരമൂത്ത രാജാവിന് ധനികനായ അങ്ങയെ ഉപദ്രവിക്കാനുള്ള താല്പര്യവുമുണ്ടാകും. ആകെ കൂടി അമ്പാടിയിൽ എന്തൊക്കെയോ ഒരു അശുഭശങ്ക, ഏതോ ദുർലക്ഷണങ്ങൾ. അങ്ങ് എത്രയും വേഗം അമ്പാടിയിലേക്ക് യാത്ര തിരിച്ചാലും. വസുദേവർ, എന്നാൽ നാം പുറപ്പെടുകയായി. പിന്നൊരു കാര്യം, വിരോധമില്ലെങ്കിൽ ഗജരാജമന്ദിരത്തോളം നമ്മോടൊപ്പം വരാം വസുദേവർ. അമ്പാടിയിലെ വിശേഷങ്ങൾ അങ്ങയോട് ഏറെ പറയാനുണ്ട്. യാത്രയിൽ അതുമാകാം.
ഭഗവാൻ പുത്രഭാവത്തിൽ വർത്തിക്കാൻ മാത്രം എന്ത് മുജ്ജന്മ സുഹൃതമാണ് നന്ദഗോപർ ചെയ്തിട്ടുള്ളത്? ഉത്തരം ഭാഗവതമല്ല, സ്കന്ദപുരാണമാണ് നൽകുന്നത്. ത്രേതായുഗത്തിൽ ശിവഭക്തനായ ഒരു ഗോപബാലനുണ്ടായിരുന്നു. അവൻ ശിവന്റെ മൺപ്രതിമ വച്ച് പൂജിച്ച് ഭഗവത് ദർശന സായുജ്യം നേടി. ഇതറിഞ്ഞ ഹനുമാൻ ഗോപബാലനെ ചെന്ന് കണ്ടു. അവൻ്റെ 8ാമത്തെ ജന്മത്തിൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതരിക്കുമെന്നും അന്നു ഭഗവാൻ അവനിൽ പുത്രഭാവത്തോടെ വസിക്കുമെന്നും അന്ന് അവന് പേർ നന്ദഗോപർ എന്നായിരിക്കുമെന്നും ശ്രീ ഹനുമാൻ